നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ പള്ളിക്കണ്ടി മുഹമ്മദ് കുട്ടിയെയാണ് 730 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിക്ക് നേരെ തെരുവു നായയുടെ ആക്രമണം. രക്ഷിക്കാൻ ടെറസിൽ നിന്നും താഴേക്ക് ചാടി യുവാവ്. വിദേശത്ത് നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ ക്യാപ്സൂൾ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച 1054 ഗ്രാം സ്വർണം മിശ്രിതവുമായി 3 പേർ പോലീസ് പിടിയിൽ. അകമ്പാടം മതിൽമൂലയിൽ സോളാർ വൈദ്യുത തൂക്കുവേലി തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നാലകത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലാണ് വ്യാപക നഷ്ടം വരുത്തിയത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ മമ്പാട് പുളിക്കലോടി സ്വദേശി പള്ളിക്കണ്ടി മുഹമ്മദ് കുട്ടിയെയാണ് 730 ഗ്രാം കഞ്ചാവുമായി നിലമ്പൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മമ്പാട് പുളിക്കലോടിയിലെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. അടുക്കളയിൽ ഫ്രിഡ്ജിന് താഴെ രഹസ്യ അറയുണ്ടാക്കി മുകളിൽ ടൈൽസ് പാകിയ നിലയിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. സംശയം തോന്നി ടൈൽസ് ഇളക്കി മാറ്റി നോക്കിയപ്പോഴാണ് രഹസ്യ അറ കണ്ടെത്തിയത്. മുൻപ് നിരവധി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിലക്കിന് കാലാവധി കഴിഞ്ഞ് നാട്ടിലെത്തിയ പ്രതി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിക്കുൾപ്പെടെ പ്രതി കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 1,00,000 ലക്ഷത്തോളം രൂപ വില വരും. കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ച 22,500 രൂപയും ഇലക്ട്രോണിക് ത്രാസും കോടതിയിൽ ഹാജരാക്കും. ഇൻസ്പെക്ടർ BS ബിനു, സീനിയർ CPO ലിജു ജോർജ്, CPO അജീഷ്, സുനില PV, ഡാൻസർ അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻദാസ് ടി, ജിയോസ് ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിക്ക് നേരെ തെരുവു നായയുടെ ആക്രമണം. കുഞ്ഞിനെ മറിച്ചിട്ട് മുകളിൽ കയറി നായ. രക്ഷിക്കാൻ ടെറസിൽ നിന്നും താഴേക്ക് ചാടി യുവാവ്. ചങ്ങരംകുളം ആലങ്കോടാണ് സംഭവം. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ മേൽ അപ്രതീക്ഷിതമായാണ് നായ പാഞ്ഞെടുത്ത് ചാടി വീണത്. നായയെ കണ്ട് പേടിച്ചരണ്ട നിലത്ത് വീണ കുഞ്ഞിന്റെ മുകളിൽ നായ ചാടിക്കയറുകയും ക്രൂരമായി കടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. കുട്ടി ഭയന്ന് നിലവിളിച്ചതോടെ വീടിന്റെ ടെറസിൽ നിൽക്കുകയായിരുന്ന യുവാവ് ഒട്ടും സമയം കളയാതെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി വീണ് നായയെ ഓടിച്ച് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. ഇതിനിടെ വീട്ടിൽ നിന്നും ബഹളം കേട്ട് ഓടിവന്ന സ്ത്രീ തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്ന മറ്റൊരു ചെറിയ കുട്ടിയെയും വേഗത്തിൽ എടുത്തു മാറ്റി സുരക്ഷിതയാക്കി. യുവാവിന്റെയും സ്ത്രീയുടെയും കൃത്യസമയത്തുള്ള അതിസാഹസികമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഒഴിവായത്. നായയുടെ കടിയേറ്റും നഖം കൊണ്ടുള്ള പോറലേറ്റും പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവ് നായ ശല്യം അതിരൂക്ഷമാണെന്നും അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ. വിദേശത്ത് നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ ക്യാപ്സൂൾ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച 1054 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി 3 പേർ പോലീസ് പിടിയിൽ. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് പരിസരത്ത് സംശയാസ്പദമായ നിലയിൽ കണ്ട ആളുകളെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്.
റാസൽ ഖൈമയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വന്ന യാത്രക്കാരൻ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 4 ക്യാപ്സൂൾ രൂപത്തിലുള്ള 1054 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് പോലീസ് പിടികൂടിയത്. യാത്രക്കാരനായ കണ്ണൂർ കോളത്തുവയൽ 5-ാം പിടിക സ്വദേശി തസ്ലീം പാറക്കൽ എന്നയാളെയും ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി എയർപോർട്ടിലെത്തിയ വടകര സ്വദേശികളായ എ റബീഷ്, ആഷിഫ് എന്നിവരെയും ഇവർ വന്ന കാറും എയർപോർട്ട് പുറത്തു വെച്ച് സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതിലാണ് സ്വർണം പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും കണ്ടെത്തുന്നതിനായി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതാണെന്നും വരും ദിവസങ്ങളിലും എയർപോർട്ട് കേന്ദ്രീകരിച്ച് പോലീസിന്റെ ശക്തമായ പരിശോധന തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അകമ്പാടം മതിൽ മൂലയിൽ സോളാർ വൈദ്യുത തൂക്കുവേലി തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മതിൽ മൂല സ്വദേശി നാലകത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലാണ് വ്യാപക നഷ്ടം വരുത്തിയത്. അകമ്പാടം മതിൽമൂലയിൽ സോളാർ വൈദ്യുത തൂക്കുവേലി തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മതിൽമൂല സ്വദേശി നാലകത്ത് സിദ്ദിഖിന്റെ കൃഷിയിടത്തിലാണ് വ്യാപക നഷ്ടം വരുത്തിയത്. 100-ലേറെ നേന്ത്രവാഴകൾ, 200-ലേറെ കപ്പകൾ, 100ഓളം പൈനാപ്പിൾ, 12ഓളം കമുകുകൾ എന്നിവയാണ് നശിപ്പിച്ചത്. സോളാർ വൈദ്യുത തൂക്കുവേലിക്ക് മുകളിലേക്ക് മരങ്ങൾ ചവിട്ടി മറിച്ചിട്ട ശേഷമാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. കാട്ടാന കൃഷി നശിപ്പിച്ച വിവരം ചാലിയാർ പഞ്ചായത്ത് ബോർഡ് ഭരണസമിതിയിലെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ജനപ്രതിനിധിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ കാട്ടാന ആളുകളെ അപായപ്പെടുത്തിയാൽ ഇടപെടാമെന്ന മറുപടിയാണ് നൽകിയതെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഞാനിത് പഞ്ചായത്തിൽ പോയി മിഞ്ഞാന്ന് പറഞ്ഞു, കുറച്ച് പരാതി കൊടുക്കാൻ ചെന്നതാ. പഞ്ചായത്തിലൊരു മുതിർന്ന അംഗനോട് പറഞ്ഞത് ഒരാളെ കൊല്ലട്ടെ എന്നെങ്കിലും ഇതിന് പരിഹാരമാകുള്ളൂ. ആയിക്കോട്ടെ, അതിന് ഞാൻ റെഡിയാണ്. എന്നെ കൊന്നോട്ടെ, എനിക്ക് 4 പെൺകുട്ടികളെ കടങ്ങളായി വാഴ വെച്ച് 2 കൊല്ലം എങ്ങനെ തുടർച്ചയായിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ രക്തസാക്ഷിയാകുകയാണല്ലോ നല്ലത്. ബാക്കിയുള്ള കർഷകരെങ്കിലും രക്ഷപ്പെടും, അതല്ല ഇനി നല്ലത്. ഇപ്പം എന്തൊരു വ്യാപകമായിട്ടുള്ള നശിപ്പിക്കലാണ്. ഇതുവരെ പഞ്ചായത്തോ അല്ലെങ്കിൽ പുതിയ ഭരണം വന്നു അവരൊന്നും ഇതിന് തിരിഞ്ഞു നോക്കണില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ് ആകുന്നത് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് വിളിച്ച് നമ്മളെ വികാരം പ്രകടിപ്പിക്കാനെങ്കിലും പറ്റി. ഇപ്പം അതുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മിഞ്ഞാന്ന് പഞ്ചായത്ത് അംഗത്തിനോട് ഇത് പറഞ്ഞപ്പോൾ പറയണത് ഒരാളെ കൊന്നെങ്കിൽ ഇത് പരിഹാരം ഉണ്ടാകുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എത്ര പ്രാവശ്യം ഇപ്പോൾ ഏകദേശം പല പ്രാവശ്യമായിട്ട് ഒരു 1500ഓളം വാഴയാണ് ഇപ്പോൾ നശിപ്പിച്ച് കളഞ്ഞത്. കാട്ടാനകൾ ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളുടെ മതിലുകൾ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്യുമ്പോഴും ഒരു യോഗം വിളിക്കുവാൻ പോലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല. നിലമ്പൂർ മേഖലയിൽ കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശമായി ചാലിയാർ മാറിക്കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറിന്റെ മണ്ഡലമായ ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് ചാലിയാർ പഞ്ചായത്ത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 7 തവണയാണ് സിദ്ദിഖിന്റെ കൃഷിയിടത്തിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത്. 10 ഏക്കർ കൃഷിസ്ഥലത്ത് ഇനി അവശേഷിക്കുന്നത് ഏതാനും വാഴകളും കപ്പകളും മാത്രം. സോളാർ വൈദ്യുത തൂക്കുവേലികളും ആനകൾ തകർത്തു തുടങ്ങിയതോടെ കർഷകർ ഭീതിയിലാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ ഏരിയ സെക്രട്ടറിയുമായ ദീപാനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഷാഹിന ഗഫൂർ അധ്യക്ഷയായി. മുനീഷ കടവത്ത്, രഞ്ജിനി PN, സുനന്ദ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചുങ്കത്ര പഞ്ചായത്തിലെ കൊന്നമണ്ണ വാർഡിൽ പുതുതായി പണി പൂർത്തീകരിച്ച എരങ്കോൽകുന്ന് ആശാരിപ്പടി റോഡ് പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഉദ്ഘാടനം ആര്യാടൻ ഷൌക്കത്ത് MLA നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 3 മീറ്റർ വീതിയിൽ 450 മീറ്റർ നീളത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബിജു KY സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നാസർ തെറ്റത്ത്, റിയാസ് ചുങ്കത്തറ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിൻഷാദ്, P സത്യൻ, PB സുഭാഷ്, മുൻ മെമ്പർ ബിന്ദു സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ എടപ്പിലാൽ, മുനീർ, സുഭാഷിണി, വാഹിദ, ഷെൽമ, മുരളി, അജീഷ്, സുദിഷ, മുഹമ്മദ് അലി, VP ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് കോവിലകത്ത് മുറി ഡിവിഷനുകളിലെ എല്ലാ വീടുകളിലും മല്ലികപ്പൂവ് കൃഷി ചെയ്യുന്ന മാതൃക പദ്ധതിക്ക് ഓക്സിജൻ NGOയും യുണൈറ്റഡ് ക്ലബ്ബും ചേർന്ന് തുടക്കം കുറിച്ചു. മല്ലികത്തൈ വിതരണം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനൂപ് നാവയത്ത്, അരുൺ നാവയത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പൂപ്പാടം കൃഷി ചെയ്യുന്ന രീതികളും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ദീപ ടീച്ചർ, വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ സിനി സുന്ദർ, പ്രവീണ കമത്ത്, സുബോധ് CP എന്നിവരും ഓക്സിജൻ NGO ചീഫ് കോർഡിനേറ്റർമാരായ അനിൽ P, ഷൻകീത്, ലൈബ്രറിയൻ ജയന്തി സത്യൻ എന്നിവരും ചടങ്ങിന് നേതൃത്വം നൽകി. 2000 തൈകളാണ് ഡിവിഷനിൽ വിതരണം നടത്തിയിട്ടുള്ളത്.
വീട്ടിക്കുത്ത് യോഗ ക്ലബിന്റെയും വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. വീട്ടിക്കുത്ത് ഡിവിഷൻ കൌൺസിലർ സ്വപ്ന കെ ഉദ്ഘാടനം ചെയ്തു. വീട്ടിക്കുത്ത് കുടുംബശ്രീ ADS പ്രകാശിനി അധ്യക്ഷത വഹിച്ചു. ശബരീശൻ പൊറ്റക്കാട്, സാംസ്കാരിക നിലയം സെക്രട്ടറി പ്രദീപ് P, രാജീവ് P എന്നിവർ ആശംസകൾ നേർന്നു. ഷീജ സിസ്റ്റർ നന്ദിയും പറഞ്ഞു. നിലമ്പൂർ ചക്കാലക്കുത്ത് പുളിമൂട്ട് വീട്ടിൽ ശോശാമ ഫിലിപ്പിന്റെ മരണാനന്തര ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്തു. മകൻ സാമുവൽ, മരുമകൾ ഷാലി സാമുവൽ നിലമ്പൂരിലെ അവയവദാതാക്കളുടെ സംഘടനയായ അനശ്വര വഴിയാണ് മൃതദേഹദാനം നടത്തിയത്. അനശ്വരയുടെ സെക്രട്ടറി പ്രസാദ് പൊറ്റക്കാട്, ഗോവർദ്ധനൻ P എന്നിവർ നേതൃത്വം നൽകി. ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ യോഗ അസോസിയേഷൻ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി മലപ്പുറം കോട്ടക്കുന്നിൽ നടന്നു. ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഋഷികേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK അസ്ലു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A ഷിബുലാൽ, ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി MV വാസുണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷനവാസ് തയ്യിൽ സ്വാഗതവും ജില്ലാ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P സുമേഷ് നന്ദിയും പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ V പ്രസീത, TP ധനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 350ഓളം പേർ പങ്കെടുത്ത മാസ് യോഗ സെഷൻ നടന്നു. തുടർന്ന് യോഗ അസോസിയേഷൻ അംഗങ്ങളുടെ ആർട്ടിസ്റ്റിക് യോഗ, നാഷണൽ ആയുഷ് മിഷൻ ഇൻസ്ട്രക്ടേഴ്സിന്റെ യോഗ സ്കിറ്റ് എന്നിവ അരങ്ങേറി. ഇതോടൊപ്പം മേലാറ്റൂർ, അരീക്കോട്, അന്നപൂർണ എന്നീ യോഗ ക്ലബ്ബുകളിലെ അംഗങ്ങൾ അവതരിപ്പിച്ച യോഗ ഡാൻസും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.